കേട്ടോ. S25 Ultra ബോക്സ് ലാസ്റ്റ് കാണിക്കുള്ളൂ മക്കളെ. ഓക്കെ, നമുക്ക് നല്ല ഓഫറും കാര്യം കൊടുക്കാം. നമ്മൾ വെയിറ്റ് എന്തായാലും കസ്റ്റമർ അറിയാം, അവരുണ്ടാവും ചങ്ങായി മാറാം. അപ്പൊ എഫ് എത്ര കൊടുക്കാം നമുക്ക്? അതുപോലെ ഐഫോൺ മോഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? 9 റീപ്ലേയും 39 ലൈക്കും അടിയാണ് എന്റെ മോനെ. 350 ദിർഹത്തിന് S23 Ultra വീണ്ടും 1 വീക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഇടാനും അതുപോലെ കമന്റ് ഇടാനും മാർക്കറ്റ് ഹാപ്പി, വമ്പിച്ച് ഹാപ്പി എന്ന് വെച്ചാൽ വമ്പിച്ച് ഹാപ്പി. ഇത്ര പീസ് ഇത്ര നമ്മളെ ഓഫർ ഒരുപാട് എടുക്കണം. 2024 പോലെ നമുക്ക് ഒരൊറ്റ 50 പറയുകയാണെങ്കിൽ 1099 TD ആണ് കേട്ടോ. ഇത്രയും നമുക്ക് ആൻഡ്രോയിഡ് ഏത് എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആൻഡ്രോയിഡിന്റെ 30 20 അതെ 4230 ദിർഹത്തിന് നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം S24 Ultra അല്ല S24 എത്ര S24 ആണ് 128 ആണ് 256 GB. ഓക്കെ, ഹോങ്കോങ് ഹോങ്കോങ് ആണ് 4200. അത്ര വില കൂടുതലുണ്ട് അല്ലേ? ഹോങ്കോങ്ങിന്റെ വിഷയം എന്ന് വെച്ചാൽ ഹോങ്കോങ് വില കൂടിയ. അപ്പൊ 3 വെർഷൻ തന്നിട്ടുണ്ട് കേട്ടോ. 128 GB iPhone 16 പ്ലസ് അല്ലേ? iPhone 16 പ്ലസിന് 3 വെർഷൻ തന്നിട്ട് 128. ഓക്കെ, 4000 ഇത്ര വേറെന്ന് പറഞ്ഞാൽ ഈ റേറ്റിംഗ് ഒക്കെ എല്ലായിടത്തും കിട്ടിയെന്നില്ല. ഇത് ഞങ്ങൾക്ക് ഒരു ബൾക്ക് ഇത്ര സ്റ്റോക്കുകൾ കാണുന്നത്. ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് അതാണ് ആപ്പിളിന്റെ കളിട്ടാ. ഒരുപാട് ആൾക്കാർക്ക് ഗുണമായി. കാരണം ഒരുപാട് ആൾക്കാർക്ക് TRന്റെ എത്രയാണ്, ജപ്പാന്റെ എത്രയാണ്, ഇന്ത്യന്റെ എത്രയാണ്, ഏതിനാണ് വില കുറവ്, അതൊക്കെ കൺഫ്യൂഷൻ ആണ്. നമ്മൾ കറക്റ്റ് പറഞ്ഞപ്പോ ഒരു നമ്മളെ ബേസിക് മോഡൽ എല്ലാം പറഞ്ഞത് 128 GB ആട്ടോ. 15+ കൊടുക്കുക. 15+. ഓക്കെ, 15+. ഹായ്, വെൽക്കം ടു BBA. കൂടാനുള്ളവരെല്ലാം കൂടെ കൊടുക്കോ. S25 Ultra വരാൻ പോണ ചമല. S25 Ultra വേറെ ലെവൽ. ഇത് നോക്കിയേ, S25 Ultrയുടെ ബോക്സ് ആണ് നിങ്ങൾ വിചാരിക്കും. പക്ഷേ S25 Ultrയുടെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേഷനും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയും. എപ്പോൾ വരും, എങ്ങനെ വരും, എങ്ങനെയാണ് അത് വരുന്നത്, എത്രാം തീയതിയാണ് വരുന്നത്, കാര്യങ്ങളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന S25 Ultrയുടെ പ്രൈസിനല്ലേ. അപ്പോൾ S25 Ultra ഇറങ്ങുമ്പോൾ S24 Ultra കുറയോ, അതുപോലെ തന്നെ ഐഫോൺ കുറയോ, iPhone 16 Pro Maxന്റെ പ്രൈസ് കുറയോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം ഉള്ള ഉത്തരം നമ്മൾ തരാൻ പോവാണ്. നമ്മൾ സ്വന്തം നമ്മളെ എവറസ്റ്റ് സിറ്റിയിൽ അഷ്കർ ഖാൻ്റെ എത്തിയിട്ടുണ്ട്. കൊടുക്കല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞു തീരട്ടെ വിചാരിച്ചു. അതെ ഞാൻ എന്താ 25 Ultra നിങ്ങൾ കൊണ്ടുവന്നോ? നമ്മളെ ആദ്യം കൊണ്ടുവരണേ. നമുക്ക് കൊണ്ടുവരും. നിങ്ങളിപ്പോ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. ഇപ്പൊ നമ്മള് ലാസ്റ്റ് കാണിക്കുന്നു കേട്ടോ. S25 Ultra ബോക്സ് ലാസ്റ്റ് കാണിക്കുള്ളൂ മക്കളെ. ഓക്കെ, നമുക്ക് നല്ല ഓഫറും കാര്യം കൊടുക്കാം. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം വീക്കിലി കറക്റ്റായിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. വിലന്റെ ഇപ്പോഴത്തെ ഓഹരി വിപണിയൊക്കെ നോക്കുമല്ലോ, അതുപോലെയാണ് വില പട്ടിക ഇങ്ങനെ കറക്റ്റായിട്ട് ഫോണിന്റെ നോക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മളാണ് നോക്കുന്നത് കൂടുതലായിട്ടും വാച്ച് ചെയ്യുന്നത്. അതൊക്കെ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. S24 Ultra ആണിത്. S25 Ultra ഇത് സ്പെഷ്യൽ കളർ, ഓറഞ്ച് കളർ അല്ലേ? ഓറഞ്ച് കളറാണ് S24 Ultra. പക്ഷേ S25 Ultrയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വരാൻ പോവാണ്. എപ്പോഴാണ് വരിക കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 22-ാം തീയതി ദിവസങ്ങൾ മാത്രം. 22-ാം തീയതി വരും കേട്ടോ. ഇങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം 10 എത്ര രൂപ ഉണ്ടാവും? 11-ാം തീയതിയായി. ഇനി നിങ്ങൾക്ക് ആകെ ജസ്റ്റ് 10 ദിവസമുള്ളൂ. 10 ദിവസമാണ്. അല്ല, ഞാൻ വരുമ്പോ എത്ര ദിർഹം വരും ഏകദേശം? വരുന്ന സമയത്ത് നിങ്ങൾ പരമാവധി അർജന്റ് അപ്പം തന്നെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ മാത്രം വാങ്ങിയാൽ, ഇല്ലെങ്കിൽ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തു. അല്ല, ആദ്യം ഇറങ്ങുന്ന സമയത്ത് എത്ര രൂപ വരും? എന്തായാലും അവര് ഇപ്പം ഞങ്ങളോട് പറഞ്ഞ റേറ്റ് പ്രകാരം 5100 ലാസ്റ്റ് ഇയർ S24 ഇറങ്ങി അതേ വരുന്നത്. ഞാൻ കുറെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം കൂടാൻ ചാൻസ് ഇല്ല. എന്തായാലും ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ആയിരിക്കും. S25 Ultra ഇറങ്ങാൻ ആഗ്രഹം. ബുക്കിംഗ് കഴിഞ്ഞു. ഇപ്പൊ ബുക്കിംഗ് കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ കണ്ടെയ്നർ സാധനം വരും കേട്ടോ. S24 Ultra ഇറങ്ങിയപ്പോ ഏകദേശം 5500 തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ വില 2000. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പറഞ്ഞിരുന്നു. 24 Ultra ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങളൊരു 10 ദിവസം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് നല്ല റേറ്റ് ചെയ്തു. അതേപോലെ തന്നെ മുൻകൂട്ടി പറയാണ് സാധനം എല്ലാം നിങ്ങൾക്ക് നല്ല സാധനം തന്നെയാണ്. അന്ന് തന്നെ എടുക്കുക. ഒരുപാർക്ക് ഒരു ഹോബി ആയിരിക്കും. പിന്നെ ചില ആൾക്ക് ഒരു എന്താ അതൊക്കെ അങ്ങനെയുള്ള ആൾക്കൊക്കെ വാങ്ങാം. ജാസ്തിയൊന്നല്ല, കമ്പനിയിൽ അതേ റേറ്റിന് കിട്ടും. നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾ, അല്ലെങ്കിൽ വില കുറച്ച് പ്രതീക്ഷിക്കുന്ന നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന ഓഫറാണല്ലോ. ആ ഒരു സംഭവം നമ്മൾ അതുകൊണ്ടാണ് മുൻകൂറായി പറയുന്നത്. നമ്മൾ ഇടുന്നത് ഓഫറാണ്, പറയുന്നത് ഓഫറാണ്. അതിന്റെ കൂടെ കുറച്ച് ഇത് ടിപ്പും കൂടി പറയാനാണ്. അതെ, എത്രയാണ്? അപ്പൊ S25 Ultra ഏകദേശം ആ പ്രൈസ് ഫോണുകൾ S25 Ultra ആ പ്രൈസ് തന്നെ ആയിരിക്കും. അതിൽ 10 ദിവസം കഴിയുമ്പോൾ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ എങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് നമ്മൾ അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ തരും. ഇന്ന് നമ്മൾ എന്താ ഓഫർ കൊടുക്കണം? ഇന്ന് നമുക്ക് ബെസ്റ്റ് റേറ്റിൽ എല്ലാ ഓഫറാ എല്ലാം കൊടുക്കും. ഇപ്പൊ TR ഒന്ന് പൊളിച്ചെടുക്കാം. TR സ്പെക്ക് ഓഫർ വരാൻ പോകുന്നതാണ്. ഓക്കെ, എത്ര TR ആണ്? ഒരുപാട് ആൾക്കാർക്ക് TR വേണം തന്നെ നിർബന്ധം പറയുന്നത്. അതുകൊണ്ട് TR ഇപ്രാവശ്യം നല്ല റേറ്റിലാണ്. അവിടെ വീഡിയോ എന്താക്കാം, നല്ലോണം വാച്ച് ചെയ്തോ. TR ദുബായ് അപ്രൂവ്ഡ് സാധനം. ദുബായിയുടെ ഇത് എല്ലാം ആപ്പിളിന്റെ എല്ലാം ആണ്. ബട്ട് ഇത് ആപ്പിള് കൂടുതൽ TR. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിക്കണ്ട. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ടൈം നോക്കണ്ട. അതിന് മുന്നേ
അപ്പൊ നമ്മള് വീഡിയോ എടുത്തിട്ട് സംഭവം പറഞ്ഞില്ലല്ലോ. അത് വരണം, അതൊന്നും മറക്കാൻ പറ്റില്ല, അത് നിങ്ങൾ മറക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയില് ആരൊക്കെ കമന്റ് ഇട്ട് നോട്ടെ, ഈ വീഡിയോയിൽ അടിപൊളി കമന്റും കാര്യങ്ങളും ഇട്ടോ നോക്കി നോക്കാം. ഓക്കെ, കുറെ കമന്റ് വന്നിരുന്നു, അടിപൊളി കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു 6 ദിവസം മുമ്പ് നമ്മളിട്ട വീഡിയോ ആണ് കിടക്കണം. ഇവ ദിവസവും വീഡിയോ കണ്ട് എന്നെ പോലെ ഐഫോൺ മോഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോന്ന് 9 റീപ്ലേയും 39 ലൈക്കും അടിയാണ് എൻ്റെ മോനെ. പിന്നെ വേറെ കാര്യം, ഹഫ്സ, അതായത് തന്നെ നോക്കിക്കോ, ഹഫ്സ എന്ന് പറഞ്ഞാൽ ഈ പേരുകൾ അങ്ങനെ വായിക്കാൻ പറ്റില്ല, ഇതാണ് പേര് കേട്ടോ, ഹഫ്സ. അപ്പം മൂപ്പരക്ക് എൻ്റെ ആദ്യത്തെ വാച്ച്. വേറെ കാര്യം ചോദിക്കാം ശ്രമിക്കാം, അതായത് ഇപ്പം ഇതിൽ ഒരു സാധനം ഉണ്ടേ, അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിവോ X200 എന്താ പറയാത്ത ക്യാമറ, നമ്മളിപ്പോ ഓറഞ്ചിന്റെ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് തന്നെ, അതുപോലെ ഇതായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് ഇറങ്ങിയ സാധനം. അത് ആകെ എന്താ പറയാ വിരലെണ്ണാന്ന സ്റ്റോക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ആ ഒരു സാധനം എവിടെ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് നിങ്ങൾ വീടിന്റെ ചോട് പോയി കഴിഞ്ഞാലും ഈ ഒരു കമ്പനി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ വീഡിയോ ഇടും. ഞാൻ വീഡിയോയുടെ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ സാധനം വരുന്നു, അപ്പൊ തന്നെ തീരുകയും ചെയ്തു. നമുക്ക് നോക്കാൻ പോലും കിട്ടിയിട്ടില്ല. വിവോ X200 Pro നമ്മൾ എന്തായാലും അതിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരുപാട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. കമ്പനിയോട് ചോദിച്ചു, ഇന്ന് ഞാൻ കമ്പനിയിൽ അത് ചോദിച്ചപ്പോ കമ്പനിക്കാരുടെ കയ്യിൽ പോലും ഇല്ല, സപ്ലൈ ചെയ്യുന്ന അവരുടെ അടുത്ത് പോലും ഈ സാധനം ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു കമന്റ് എന്താണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഏറെ നാളത്തെ കാത്തിനു ശേഷം നിങ്ങളുടെ വീഡിയോ കണ്ട് ഇന്ന് ഒരു iPhone 15 Pro GB വാങ്ങാൻ സാധിച്ചു. എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട്, എല്ലാവരെയും പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വാങ്ങാൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടാവില്ലേ? അതെ, അതാണ് സന്തോഷം. ശരിക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാങ്ങുന്ന ആൾക്കാർ ആരും കമന്റ് എഴുതുന്നില്ല. ആ കമന്റും കൂടി നമുക്ക് ഇതിൽ വേണം, അങ്ങനെ അല്ലേ? അതിനൊരു BBA സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ വ്ളോഗ് സ്ഥിരമായി കാണാറുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബ്രോ, താങ്ക് യു. എവിടെ നിങ്ങൾ കമന്റ് ഒരുപാട് വായിച്ചാൽ തീരൂല. അപ്പോൾ ഒരാളും കൂടി പെട്ടെന്ന് സെലക്ട് ചെയ്യാം. S24 അൾട്രയുടെ TDR വേർഷനും ഇന്റർനാഷണൽ വേർഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാൻ വേണ്ടി മാത്രം യൂട്യൂബ് തന്നപ്പോൾ ഞാനിപ്പോൾ S24 അൾട്ര വാങ്ങാൻ വേണ്ടി കാശ് കൂട്ടി വെച്ച് കാത്തിരിക്കുന്നു. എന്താണ് S24 അൾട്ര TDR വേർഷനും ഇന്റർനാഷണൽ വേർഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നത്? എന്താ TDR ഇന്റർനാഷണൽ നമ്മൾ പറഞ്ഞാൽ ഒരിക്കൽ കൂടി ആദ്യം കാണുന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഒന്നുമില്ല, വ്യത്യാസം എന്ന് വെച്ചാൽ TDR എന്ന് വെച്ചാൽ UI, അതായത് ഇവിടുത്തെ UIന്റെ സാധനമാണ് TDR. ഈ വെറും TR അല്ല, TDR ആണ്. ഇനി അതന്നെ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു വർഷം വരുന്നത്. അത് നിങ്ങൾക്ക് GCC ഏത് രാജ്യത്തിനാണെങ്കിലും മിഡിൽ ഈസ്റ്റ് എന്ന് പറയും. ഇനി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഈ TR മിഡിൽ ഈസ്റ്റും എല്ലാം അടക്കം ഇന്റർനാഷണൽ എവിടുന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്കാണ് ഇന്റർനാഷണൽ. ഇത്രയേ ഉള്ളൂ. അല്ല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ഒന്നുമില്ല. ഏത് രാജ്യത്താണ് ഇറങ്ങുന്നത് ആ പേര് എന്തായാലും ഉണ്ടാവും. പക്ഷെ പൊതുവായിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡ് മാത്രമാണ് ഇന്റർനാഷണൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ TDR വേർഷനാണോ ഇന്റർനാഷണൽ വേർഷനാണോ പൈസ പറയാ? ഇന്റർനാഷണൽ പൈസ കുറയും. കാരണം പുറത്തുനിന്ന് വരുന്നത് ഇവിടുത്തെ TDR കറക്റ്റ് നിങ്ങൾക്ക് 12 GB റാം പറഞ്ഞാൽ 12 കിട്ടും. ഹാങ്ങിങ്ങിന് വിഷയം കുറവാണ്. പിന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ, കാരണം ഇവിടുത്തെ നിയമപ്രകാരം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ട്രസ്റ്റ് ആണ്. ഒരുപാട് ആൾക്കാർ TDR തന്നെ വേണമെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഇവിടുത്തെ ട്രസ്റ്റ് ഇതിലേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ആ ട്രസ്റ്റിലാണ് സാധനം വാങ്ങുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ വേർഷൻ ആണോ TDR വേർഷൻ ആണോ എന്ന് ഈ സാംസങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മേടിക്കും നോക്കുക അല്ലേ? പിന്നെ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് തെരഞ്ഞെടുത്തല്ലോ, അത് കഴിഞ്ഞോട്ടെ. ഒരാളും കൂടി പെട്ടെന്ന് ഇൻഷാ അല്ലാ ഞാൻ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. 15 Pro Max എടുക്കാൻ മാക്സിമം റേറ്റ് കുറയ്ക്കട്ടെ. BBയുടെയും അഷ്കർക്കയുടെയും ഒട്ടുമിക്ക വീഡിയോസും കാണാറുണ്ടെന്ന് പറഞ്ഞ് മുഹമ്മദ് അനസ് വരുമ്പോൾ എന്തായാലും മുഹമ്മദ് അനസിന് വാച്ച് ഉണ്ട്. ഒരുപാട് കമന്റുകൾ ഉണ്ട്. എല്ലാവരെയും കമന്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. എന്തായാലും ഇതിന് നല്ല കിടില കമന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു 2-3 days ആയി ഒരു കസ്റ്റമർ വന്നു, സാധനം വാങ്ങി. സാധനം വാങ്ങിയിട്ട് അവൻ തന്നെ സാധനം വാങ്ങിയിട്ട് അവൻ തന്നെ പോയതാണ്. പക്ഷെ അവൻ പോയിട്ട് എന്നെ മെൻഷൻ ചെയ്തിട്ട് അവനൊരു വീഡിയോ ചെയ്തു. ഞാൻ അറിയ പോലും ഇല്ല അവൻ വീഡിയോ ചെയ്തത്. എന്നെ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ വന്നത് പോലും അറിയുന്നത്. അപ്പോൾ വീഡിയോ നമ്മൾ ജസ്റ്റ് നോക്കിക്കളി. അവൻ തന്നെ അവൻ്റെ ഡ്രീം സക്സസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. ഒരു അവന് 1 ദിർഹംസ് 5 ദിർഹംസ് 10 ദിർഹംസ് ഒക്കെ സ്വരൂപിച്ച് വെച്ച് അവന് ഏകദേശം ഒരു എമൗണ്ട് ആയതിനു ശേഷമാണ് അവൻ തന്നെ അവൻ്റെ ചങ്ങായിമാർപ്പേരൊക്കെ വന്ന് ആ വീട്ടിൽ കറക്റ്റ് കാണാൻ നിങ്ങൾക്ക് പൈസ അതെ സ്വരൂപിച്ച്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിരുന്നു 2 ദിവസം മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ എന്നെ ടാഗ് ചെയ്തപ്പോഴാണ് ഞാൻ ഇട്ടത്. നമ്മുടെ യൂട്യൂബിലെ കസ്റ്റമറും കണ്ടൊരു സംഭവം. ഇതാണ് ആഗ്രഹങ്ങൾ. ഇതുണ്ടല്ലേ ഈ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ ഒരുപാട് പേര്
മൊബൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതാ ഇവിടെ ഷോപ്പിൽ വന്ന് അത്രയും പൈസ എത്ര ഇത് ഏതെടുത്ത് 16 Pro Max അല്ലേ? എത്ര അവൻ എടുത്തതും വീഡിയോ എടുത്തോ ഒന്നും അറിയുന്നില്ല. അവൻ തന്നെ ആര് സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് എടുത്താണ്. എന്നെ മെൻഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ഈ സംഭവം തന്നെ അറിയുന്നത്. അപ്പൊ കേട്ടെ, ഇപ്പൊ ഇതുപോലുള്ള ആഗ്രഹങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും, പൈസ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അവർക്ക് 100% അല്ല 110% 200% വിശ്വസിച്ചിട്ട് എവർ സിറ്റി കയറി വരാൻ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ഇന്റർനാഷണൽ വാറണ്ടി ഉള്ള ഫോണുകൾ നമ്മുടെ സാംസങ്ങിന്റെ ആയാലും ഐഫോണിന്റെ ആയാലും ഏതായാലും നിങ്ങൾക്ക് കിട്ടും അല്ലേ? തീർച്ചയായും. ഓക്കെ ഡൺ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഇതിലേക്ക് പോണേ ഓഫർ ഫസ്റ്റ് ഓഫറിലേക്ക് പോവാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഐഫോൺ തന്നെ തുടങ്ങാം. ഓക്കെ, സാംസങ് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഐഫോണിലേക്ക് പോകണ്ട, ഐഫോണിൽ തന്നെ ആദ്യം പോവാം. ഓക്കെ, ഐഫോൺ 12 മുതൽ അങ്ങ് തുടങ്ങാം. ഓക്കെ, ഒരു ഐഫോൺ 12 ഇതാ TRS ആണ് 1500. ഐഫോൺ 12 1500 ദിർഹം 128 GB. ഓക്കെ, അടുത്ത് ഐഫോൺ 13 എത്ര? 1700 കൊടുക്കുക. 1700 ദിർഹം 128 GB. ഇനി അത് നിങ്ങൾക്ക് ഐഫോൺ 14 കൊടുക്കുക, 1900 കൊടുക്കുക. എന്താ പഠിക്കുക? 1900 ദിർഹം 1900 ദിർഹം. ഐഫോൺ 14 ഐഫോൺ 15 കൊടുക്കുക. ഐഫോൺ 15 2200 കൊടുക്കുക. 2200 128 GB. ഇതൊക്കെ ഇത് നമ്മളെ ബേസിക് മോഡൽ എല്ലാം പറഞ്ഞ 128 GB ആണ്. 15 പ്ലസ് കൊടുക്കുക. 15 പ്ലസ്. ഓക്കെ, 15 പ്ലസ് നല്ല റേറ്റിന് കൊടുക്കുക. 15 പ്ലസ് എത്ര കൊടുക്കാം? 15 പ്ലസ് ആണെങ്കിൽ 128 GB ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക 2450. 2450 ദിർഹത്തിന് 512 GB. 128 128 GB 128 15 പ്ലസ്. ഓക്കെ, 512 3300 കൊടുക്കുക. അപ്പൊ 256 അല്ലേ? ഇല്ല, 512 എത്രയ്ക്ക് കൊടുക്കണം? 3300. നല്ല 3300 ദിർഹത്തിന് 512 GB 512 GB 15 പ്ലസ്. ഓക്കെ, ഡൺ. ഇനി 40 Pro Max ആർക്കെങ്കിലും ആവശ്യമുള്ള മാത്രം വില നോക്കുകയാണെങ്കിൽ വാങ്ങിയാൽ നിങ്ങൾക്ക് 15 Pro Max ഏകദേശം അതേ സെയിം റേറ്റ് ആകുന്നുണ്ട്. അല്ല, 40 Pro Max ഉണ്ട്, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. 40 Pro Max 40 Pro Max ഉണ്ട്. എപ്പോഴാണ് അതൊക്കെ നിങ്ങൾ എവിടെന്നെങ്കിലും തപ്പി കൊണ്ടുവരൂലേ? 14 Pro Max ഇപ്പൊ മേടിക്കുകയാണെങ്കിൽ തന്നെ പ്രൈസ് നല്ല കുറഞ്ഞിട്ടുണ്ടാവണം. കുറഞ്ഞിട്ടുണ്ടായിക്കില്ല. ചെറിയ ആൾക്കാർക്ക് അതന്നെ പോകണം. പ്രൈസ് കുറയൂല. കാരണം അത് എന്തായാലും ആ ഒരു ആപ്പിളിന്റെ ഒരു റേറ്റ് ഉണ്ട്, അത് കുറക്കുന്ന പരിപാടിയില്ല. അത് സ്റ്റോപ്പ് ചെയ്താലും വില കുറക്കൂല. അപ്പൊ ഇതിനിപ്പോ എത്ര എണ്ണം? ഇത് നിങ്ങൾ ഇങ്ങക്കായോണ്ട് നിങ്ങൾക്ക് വേണം. എനിക്ക് വേണ്ട, അല്ല നമ്മുടെ ചെക്കന്മാർക്ക് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് വരുന്ന റേറ്റ് കൊടുക്കുക 3750 കൊടുക്കുക. 3750 ദിർഹത്തിന് ഐഫോൺ 14 Pro Max. 15 Pro Max ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് അതാണ് ആപ്പിളിന്റെ കളിട്ടാ. ഇപ്പോൾ അഷ്കരിക്ക പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ സാംസങ് 10 ദിവസം കഴിഞ്ഞ വില അറിയും, പക്ഷെ ഐഫോൺ വില പറയുന്ന പരിപാടി അങ്ങനെയല്ല. ഇപ്പൊ 2 വർഷമായി സ്റ്റോപ്പ് ചെയ്യും, എന്നാലും വില കുറക്കൂല. അതെ, 2 വർഷമായിട്ടും പ്രൈസ് ഡ്രോപ്പ് ഇല്ല. ഏകദേശം 1000 ദിർഹം തന്നെ ഡ്രോപ്പ് ആയിട്ടുള്ളത്. ആ 1000 ദിർഹത്തിൽ തന്നെ നിൽക്കണതിൽ താഴേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. 3750 3750 ദിർഹത്തിന് ഐഫോൺ 14 Pro Max ആർക്കെങ്കിലും വേണമെങ്കിൽ വിത്ത് 1 ഇയർ ആപ്പിൾ വാറണ്ടി അല്ലേ? വിത്ത് 1 ഇയർ ആപ്പിൾ വാറണ്ടി അടക്കം TR ആണല്ലേ? TRS ആണ് 3750 14 Pro Max. ഓക്കെ, 15 Pro 128 മാത്രം സ്റ്റോക്ക് ഉണ്ട്. 256 സ്റ്റോക്ക് ഇല്ല, 128 മാത്രമേ ഉള്ളൂ. 15 Pro അത് TR മാത്രമേ ഉള്ളൂ. 3350 3350 പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയതാണ്. 50 അല്ലേ? അതെ. ഇനി അതന്നെ 50 Pro Max ആണെങ്കിൽ ഇപ്രാവശ്യം നല്ല റേറ്റ് ആണ് 3899 3899 256. ഇത് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതെ, അപ്പൊ പിന്നെ 15 Pro Max എടുക്കാല്ലേ സത്യത്തില്? 3890 അല്ലേ പറഞ്ഞത്? 3750 150 വ്യത്യാസമുള്ളൂ. 14 Pro Max 15 Pro Max ഉണ്ടാവും. അപ്പൊ ഏതെടുക്കണം നിങ്ങൾ തീരുമാനിച്ചോ? ഓക്കെ, നമുക്ക് 50 Pro Max 512 മേടിക്കണമെങ്കിൽ 4400 കൊടുക്കാം. 15 Pro Max 4400 512 അല്ലേ? 4400 തരട്ടെ. 512 15 Pro Max TR 256 പ്രൈസ് പറഞ്ഞു. ഇനി 512 പ്രൈസ് പറഞ്ഞു. 1TB മേടിക്കണം 4700. ഇത് 1TB ഉണ്ട് 4700 4700 തരട്ടാ. 1TB 15 Pro Max ഉണ്ട്. ഓക്കെ, നമ്മുടെ ചെക്കനൊന്ന് വേണമെന്നുണ്ടായിരുന്നു. ഓക്കെ, സാധനം പിന്നെ കിട്ടൂല. ഇപ്പൊ അവൈലബിൾ ആണ്. 1TB 4700 കൊടുക്കാം. 4700 ദിർഹത്തിന് 1TB 15 Pro Max ഉണ്ട് കേട്ടോ. ഓക്കെ, ഡൺ. അപ്പൊ ഇതൊന്നും അടുത്ത് പറയാനല്ലോ. ഓക്കെ, ഡൺ. എനിക്ക് യൂസ്ഡ് വാങ്ങുമ്പോൾ ഏകദേശം അതിന്റെ അടിയത്ത് എത്തുന്നുണ്ട്. ഇപ്പൊ അതേ പറഞ്ഞത് അതിന് നല്ല റേറ്റിന് പുതിയ ബ്രാൻഡ് ന്യൂ കൊടുക്കാം, അതും TDR എത്ര പറഞ്ഞു? 1TB 4700 അല്ലേ? അത്രയും കേട്ട്. അല്ല, യൂസിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആലോചിച്ച് ഏകദേശം 10,000-4000 ദിർഹം വരുന്നുണ്ട് യൂസിന്. അതിന്റെ മേലെ വരുന്നുണ്ട് 1TB ആകുമ്പോൾ. ഓക്കെ, ഡൺ. അപ്പൊ ഇനി അടുത്ത്
അടുത്ത് നമുക്ക് നേരെ 60ലേക്ക് പോവാം. ഓക്കെ, ഐഫോൺ 16ലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ഒരുപാട് ഉപകാരമായിരുന്ന ഒരു കമന്റ് കണ്ടിരുന്നു. അതായത് നമ്മൾ എല്ലാത്തിനും വെർഷൻ പറഞ്ഞു, ഇന്ത്യന്റെ, ജപ്പാന്റെ, അതുപോലെ തന്നെ എല്ലാ വീഡിയോ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഗുണമായി. കാരണം ഒരുപാട് ആൾക്കാർക്ക് TRന്റെ എത്രയാണ്, ജപ്പാന്റെ എത്രയാണ്, ഇന്ത്യന്റെ എത്രയാണ്, ഏതിനാണ് വില കുറവ്, അതൊക്കെ കൺഫ്യൂഷൻ ആണ്. നമ്മൾ കറക്റ്റ് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്ക് ഗുണമായിട്ടുണ്ട്. അവർ ഇപ്രാവശ്യം നമുക്ക് എന്താ അതേപോലെ പറയാം, കുറച്ചും കൂടി വില കുറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ വേർഷൻസും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഐഫോൺ ഇത് 15 അല്ലേ? ഓക്കെ, ഐഫോൺ 16 കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വില അറിയും, ഇപ്രാവശ്യത്തെ വില നമ്മൾ പറയാൻ പോകണം. എല്ലാ വേർഷൻസും പറയുന്നുണ്ട് കേട്ടോ, ഐഫോൺ 16 എല്ലാ വേർഷൻസും. ഓക്കെ, ഏതൊക്കെ വേർഷൻ ഉണ്ട് കൊടുക്കാം? ഇന്ത്യൻ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, TR ഉണ്ട്. ഇന്ത്യ, ജപ്പാൻ, TR 3 വേർഷൻ ഉണ്ടാ. ഇന്ത്യൻ വേർഷൻ, ജപ്പാൻ വേർഷൻ, TR വേർഷൻ 3 വേർഷൻ. ഹോങ്കോങ് ഉണ്ട്. പ്രോ മാക്സിലേക്കൊക്കെ പ്രോയിലൊക്കെ പോകുമ്പോൾ ഹോങ്കോങ് കൂടി വരും. 4 വേർഷൻ കൊടുക്കട്ടെ. അപ്പോൾ 4 വേർഷൻ, ഏത് വേർഷൻ കൊടുക്കാം? 4 വേർഷൻ നമ്മൾ തരാൻ പോകണം. ഓക്കെ, ഐഫോൺ 16 പറയും. 16 ആകുമ്പോൾ 128GB ആണെങ്കിൽ മാറിപ്പോ എഴുതി വെച്ചിട്ടുണ്ട്. പറയുന്ന വർത്താനം മാറിപ്പോ ഉറപ്പാണ്. ഓക്കെ, 2700 ആണ് ഇന്ത്യൻ കൊടുക്കുക. ഓക്കെ, 2700 2700 ദിർഹത്തിന് ഇന്ത്യൻ വേർഷൻ ഐഫോൺ 16 128GB. ജപ്പാൻ അങ്ങനെ 2750 ജപ്പാൻ വേർഷൻ 128. TR അങ്ങനെ 2900. 2900. ഓക്കെ, ജപ്പാൻ 128. ഇനി 256 അല്ലേ ജപ്പാൻ? 296 ഇന്ത്യ. ഇന്ത്യന്റെ 2700. ഓക്കെ, ഡൺ. ജപ്പാൻ ആണെങ്കിൽ 2750. ഓക്കെ, TR ആണെങ്കിൽ 2900. ഓക്കെ, അപ്പൊ 128 പ്രൈസ് അത് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എന്താ സംഭവിച്ചത്? 128 ഇതിപ്പോ 128 പ്രൈസ് ആണ് പറഞ്ഞത് അല്ലേ? 256 പറയണം. ഓക്കെ, ഡൺ. അങ്ങനെയാ പോണത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് 128 പറഞ്ഞ് 256 പോകുമ്പോൾ കസ്റ്റമറിന് കൺഫ്യൂഷൻ മാറി കിട്ടും. ഓക്കെ, അപ്പൊ അത് നോക്കിക്കോ. ഇതെല്ലാം പറഞ്ഞു 128 ഡിഫറെന്റ് ഉള്ള പ്രൈസ് പറഞ്ഞു. ഓക്കെ, ഇനി 256 ആണ്. ഇന്ത്യൻ ആണ് 3100. ഇന്ത്യൻ. ഓക്കെ, 3100. ജപ്പാനാണ് 3150. ഓക്കെ, ഇനി TR ആണ് 3400. 3400. 256GB പ്രൈസ് ആണ് പറഞ്ഞത് നമ്മുടെ ഐഫോൺ 16. ഓക്കെ, ഇനി 512 ഇല്ല. പ്ലസിലേക്ക് പോകണം. പ്ലസ് ഒരു പീസ് തരുമോ? ഐഫോൺ 16 പ്ലസ് ഇതാ. 16 പ്ലസ് ഇതേപോലെ നമ്മൾ പറയാൻ പോകുന്നത് ഇതാ. 128 കൊടുക്കുക. 128ന്റെ 3 വേർഷൻ തരാൻ പോകുന്നത്. ഏതൊക്കെ? 3100 ഇന്ത്യ. ഓക്കെ, 3150 ജപ്പാൻ. ഓക്കെ, 3400 TR. ഓക്കെ, അപ്പൊ 3 വേർഷൻ തന്നിട്ടുണ്ട് കേട്ടോ. 128GB ഐഫോൺ 16 പ്ലസ് അല്ലേ? ഐഫോൺ 16 പ്ലസിന് 3 വേർഷൻ തന്നിട്ട് 128. ഓക്കെ, 3500 ഇന്ത്യൻ ഇന്ത്യ വേർഷൻ. ഇനി ജപ്പാനാണ് 3600. 3600. ഇനി TR ആണ് 3950. 3950. ഇത് 256GB. അതിന്റെ കൂടെ തന്നെ പറയണം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, ഇന്ത്യയിലെ സാധനം അവിടുന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് ജാസ്തി ആയിരിക്കും. അതേസമയം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞു കിട്ടുന്ന വെറൈറ്റി. നിങ്ങൾക്ക് ഏത് ഇതിൽ വേണമെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം സാധനമാണ്. പിന്നെ വേറെ ഇന്ത്യൻ്റെ ആകുമ്പോൾ ജപ്പാൻ അതുപോലെ TR ഒക്കെ ഓൾമോസ്റ്റ് ഏകദേശം സെയിം ആണ്. ഒന്ന് ഈസി ഒരു ഫിസിക്കലാണ്. അപ്പോൾ നിങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് വാങ്ങിക്കോളൂ. ഇത് മൂന്നും പറയുന്നതിനെ കൊണ്ട് കൺഫ്യൂഷൻ കാര്യം വരണം. അതുകൊണ്ടാണ് കറക്റ്റ് പറയുന്നത്. ഇനി ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ത്യ തന്നെ വാങ്ങിക്കോളാം. ഇന്ത്യൻ്റെ റേറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഇന്ത്യൻ്റെ റേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ചിട്ടാണ് UAE കിട്ടുക. അതെ, അപ്പോൾ ഇന്ത്യൻ റേറ്റിനേക്കാളും ആപ്പിൾ സ്റ്റോർ ആണെങ്കിലും ലോക്കൽ സ്റ്റോറുകളാണെങ്കിലും എവിടുന്ന് വാങ്ങണേക്കാളും ബെസ്റ്റ് പ്രൈസിലേക്ക് ദുബായ് അങ്ങനെ നിന്ന് മേടിക്കുക. അപ്പോൾ ദുബായ് ഒന്ന് കാണുകയും ചെയ്യും. ദുബായിക്ക് വണ്ടി എടുത്തിട്ട് പോന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. ദുബായും കാണാം അല്ലേ? ഒരു ഫ്രീ ട്രിപ്പ് തന്നെ പറയാം. അതെ, ഒരു ഫ്രീ ട്രിപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് പറഞ്ഞു TDR അല്ല മറ്റേ 16 പ്ലസ് പറഞ്ഞു. ഇനി 256 നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? 256 പറഞ്ഞില്ല. പറഞ്ഞു. ഒന്നും കൂടി പറഞ്ഞാൽ 256 3500. 256 അതേപോലെ TR ആണ് 3600. ഓക്കെ, ഇനി ജപ്പാനാണ് 3600. 3600 ജപ്പാന്. 3950. 3950 മച്ചന്മാരെ 16 പ്ലസ് പ്രൈസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഡൺ. പ്രോയിലേക്കാണ്. ഓക്കെ, 16 പ്രോ. അതെ, ഓക്കെ, 16 പ്രോ. അടുത്ത നമ്മൾ 16 പ്രോ. അത് 4 വർഷം ഉണ്ട് അല്ലേ? 16 പ്രോ 3 വർഷം 4 വർഷം 3 വർഷം. ഇന്ത്യൻ ഇല്ല. അതിൽ ജപ്പാൻ TR ഹോങ്കോങ്. ഓക്കെ, ജപ്പാൻ TR ഹോങ്കോങ് ഈ 3 വർഷം ഉണ്ടാവും. അപ്പൊ ജപ്പാൻ 128 എത്ര? ജപ്പാൻ 128 ആണെങ്കിൽ 3599. 3599. ഓക്കെ, അതന്നെ TR ആണെങ്കിൽ 3699. 3699. ഇനി അതന്നെ നിങ്ങൾക്ക് ഇതിലേക്കാണെങ്കിൽ ഹോങ്കോങ് HK 2 സിം. HK പ്രത്യേകത വെച്ചാൽ 2 ഫിസിക്കൽ സിമ്മിന് ഇടാൻ പറ്റും. TR ജപ്പാൻ സെയിം ആണ്. ഒരു സിം ഒരു ഫിസിക്കലാണ്. ഓക്കെ, ഇനി ഹോങ്കോങ് ആണ് 3800 കൊടുക്കാം. 3800 128GB ഐഫോൺ 16 പ്രോയുടെ പ്രൈസ് ആണ്. വിത്ത് 1 ഇയർ ആപ്പിൾ വാറന്റി അടക്കമുള്ള പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞത്. 128 3 ഡിഫറെന്റ് വേർഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, ഇതിന് 256. ഇനി
256 നമ്മൾ പറയുകയാണെങ്കിൽ ജപ്പാൻ ആണെങ്കിൽ 3925 3925 ദിർഹത്തിന് ജപ്പാൻ. ഓക്കെ, ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക്, അതായത് ഏറ്റവും വില കുറച്ചിട്ട് ഇത്ര വേണം നമുക്ക് TR കൊടുക്കാന്ന് പറഞ്ഞത്. ഓക്കെ, 3999 ദിർഹംസിന് 256 GB TR കൊടുക്കാണ്. 3999 ഏറ്റവും നല്ല റേറ്റ് കുറവ്. ഇത്രയും വില കുറഞ്ഞിട്ട് നമുക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതെ, 3999 TDR 16 Pro 256 GB. ഓക്കെ, ഹോങ്കോങ്. ഇനി ഹോങ്കോങ് ആണ് 4200. അത്ര വില കൂടുതലുണ്ട് അല്ലേ? ഹോങ്കോങ്ങിന്റെ വിഷയം എന്ന് വെച്ചാൽ ഹോങ്കോങ് വില കൂടിയതല്ല, ബാക്കി വർഷം വില കുറഞ്ഞതാണ്. ഹോങ്കോങ് അതേ ലെവലിൽ നിൽക്കും. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബാക്കി എല്ലാ വർഷനും വില കൂടിയതായതുകൊണ്ട്, കാരണം മാർക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഡിമാൻഡ് അതിന്റെ പേര് വില കൂടിയതാണ്. അവസാനം മാർക്കറ്റിൽ വരാൻ തുടങ്ങി, അപ്പോൾ വില കുറഞ്ഞു. അത് വില കുറഞ്ഞത് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഹോങ്കോങ് പഴയ ലെവലിൽ തന്നെ ഇരിക്കുകയാണ്. അവർ താഴോട്ട് വന്നിട്ടില്ല, മേലോട്ട് പോയിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഇപ്പം ഇതിന് വില കുറഞ്ഞപ്പോൾ അതിന് വില കൂടിയായിട്ട് തോന്നിയാണ്. മനസ്സിലായില്ല, പെട്രോളിന് വില കൂടിയ പോലെ. 4200 ദിർഹം ഹോങ്കോങ്. ഹോങ്കോങ് എപ്പോഴും മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ആട്ടാ. അതെ, ചില സമയത്ത് നമുക്ക് പ്രൈസ് കുറഞ്ഞ പോലെ തോന്നും, ചില സമയത്ത് പ്രൈസ് കൂടിയ പോലെ തോന്നും. ആ ഇറങ്ങുന്ന സമയത്ത് ഹോങ്കോങ്ങിന് കുറച്ച് ആ സ്റ്റാൻഡേർഡ് ആ പ്രൈസിൽ തന്നെ നിൽക്കില്ലേ അവര്? കൺഫ്യൂഷൻ ആയില്ല. അതായത് ഹോങ്കോങ്ങിന് ഒരു റേറ്റ്, ആ റേറ്റ് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. കുറേ കൂടി ഒന്നും ചെയ്തില്ല. പക്ഷെ ബാക്കി വർഷന് വില കൂടുതലായിരുന്നു, അത് കുറഞ്ഞു. അത് കൂടുതലായി കണ്ടപ്പോ എന്തായി, ബാക്കി എല്ലാവരും വിചാരിച്ചു ഹോങ്കോങ്ങിന് വില കുറവാണ്. പക്ഷെ ബാക്കി വർഷനൊക്കെ വില കുറഞ്ഞപ്പോ ഹോങ്കോങ് വർഷം എന്തായി അങ്ങനെ നിന്നു, അവിടെ നിൽക്കുന്നിടത്ത്. പക്ഷെ അത് കുറേ നിന്നില്ല. പക്ഷെ ഇതിനൊക്കെ കുറഞ്ഞപ്പോ അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. ഇന്നും അതേ റേറ്റിലാണ് നിൽക്കുന്നത്. അത് അല്ലെങ്കിലും ഡബിൾ സിം ഇടുന്ന ഹോങ്കോങ്ങിന് എപ്പോഴും അങ്ങനെ ഒരു പ്രൈസ്, നല്ലൊരു പ്രൈസ് എപ്പോഴും ഉണ്ട് മാർക്കറ്റിൽ. ഡബിൾ സിം അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡബിൾ സിം ഇപ്പൊ ഈ സിം ഒക്കെ 4-5 ഇടുക, അല്ലെങ്കിൽ 2 ഉപയോഗിക്കുക. അപ്പൊ ഡബിൾ സിം ഇടുന്നതാണോ ഈ സിം ഇടുന്നതാണോ കൂടുതൽ വിൽക്കണത്, ആൾക്കാർ കൂടുതൽ ചോദിക്കണതൊക്കെ? കൂടുതൽ പോകുന്നത് ഈ സിം നമ്മളെ നോർമൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ TRന്റെയോ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതൊക്കെ ഒരു 10 പീസ് പോയാലേ ഹോങ്കോങ് ഒന്ന് പോകുന്നുള്ളൂ. ഈ ഹോങ്കോങ് വാങ്ങുന്ന ഹോങ്കോങ്, കാരണം അവർക്ക് 2 സിം ഇടണം. ചില ആൾക്ക് ബിസിനസ് വിഷയമായിട്ട്, ചില ആൾക്കാർക്ക് 2 സിം എപ്പോഴും ഉണ്ടാവും. അതേ സമയത്ത് വേറെ ആണെങ്കിൽ നമുക്ക് ഈ സിം അത് നമുക്ക് അവിടെ തന്നെ പോയിട്ട് ചെയ്യണം. അതെ, അങ്ങനെ ഒരു വിഷയമുണ്ട്. ചില ഓരോരുത്തർക്ക് ഓരോ ഈസി, പിന്നെ ഓരോ ആഗ്രഹങ്ങൾ, പിന്നെ ഓരോരുത്തർക്ക് ഓരോ. ഇപ്പൊ ഈ ബിസിനസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതാകുമ്പോൾ സിം ട്രേന്ന് അങ്ങനെ ഡയറക്റ്റും കൂരാൻ പറ്റും. മറ്റേതാകുമ്പോൾ ഈ സിം നമ്മൾ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. മെയിൻ ആയിട്ട് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ചാർജ് തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സിം എടുത്ത് വേറെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്പറേയും കിട്ടും. ഇത് ചാർജ് ചെയ്താലേ നമുക്ക് വിളിക്കാനേ പറ്റും, കാരണം സിം എടുത്ത് മാറ്റാൻ പറ്റില്ല. അതെ, അപ്പൊ ഇതിന്റെ 3 വർഷത്തിന് 256 പറഞ്ഞു. 512 ആണെങ്കിൽ നല്ല പൈസ കൊടുക്കണം. കൊടുക്കണേ, ബെസ്റ്റ് പൈസ പൊട്ടിക്കട്ടെ. ഓക്കെ, 512 GB 16 Pro പ്രാവശ്യം പൊട്ടിക്കാൻ പോകുന്നവരാണ്. ഓക്കെ, 4650 കൊടുക്കും. പിടിക്കേ 4650 ജപ്പാൻ വേർഷൻ 512. ഓക്കെ, 512 GB 512 ആണെങ്കിൽ 5000 ചൂട 4900. 512 പ്രൈസ് അല്ലേ പറഞ്ഞു ഇപ്പൊ? 512 4900. ഏതിന്? 15 Pro. 15 Pro. 15 Pro 4900 ദിർഹം TDR അല്ലേ? TDR കേട്ടോ. ഈ പ്രൈസ് 512 GB 4900 ദിർഹം. ഓക്കെ, അടുത്ത വർഷം അതിന് 512 ഹോങ്കോങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ 5100 പിടിക്ക്. 5100 ദിർഹം. 3 വർഷം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. 16 Pro വിത്ത് ഏത് വർഷം എടുത്താലും വിത്ത് ഇന്റർനാഷണൽ വാറന്റി അടക്കം, ആപ്പിൾ വാറന്റി അടക്കങ്ങൾ കിട്ടും മച്ചാമാരെ. ഓക്കെ, 1 TB എന്താ സ്ഥിതി? 1 TB ആണെങ്കിൽ ജപ്പാൻ ആണെങ്കിൽ 5250 കൊടുക്കും. 5250. ഓക്കെ, ഇനി അത് TR ആണെങ്കിൽ 5600. 5600. 250 600. ഓക്കെ, ഡൺ. കഴിഞ്ഞ 5800 ഇട്ടതാ. 5800. അപ്പൊ 200 കുറഞ്ഞു. ഓക്കെ, TDR 200 ദിർഹം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജപ്പാൻ TDR നോക്കുമ്പോൾ ഏകദേശം എത്ര രൂപ വ്യത്യാസമുണ്ട്? 600-700 വ്യത്യാസമുണ്ട് അല്ലേ? 350 ദിർഹം ജപ്പാൻ വേർഷനും TDR വേർഷനും ഉണ്ട് കേട്ടോ മച്ചാമാരെ. 1 TB നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. 5900. 5900 കുറഞ്ഞു. 6100 ഉണ്ടായിരുന്നു 1 TB. അതിന് 200 കുറഞ്ഞു. 1 TB കഥ കേട്ടോ. അതെ, കുറച്ച് 1 TB കഥ കേട്ടോ. 1 TB കഥ. ഓക്കെ, ഡൺ. അപ്പൊ 16 Pro പറഞ്ഞു. അതെ, അടുത്ത് 16 Pro Maxിലേക്ക് പോകാം. 16 Pro Maxിന് പ്രത്യേകത ആദ്യം തന്നെ പറയാം, നമ്മൾ എപ്പോഴും ബ്ലാക്കിന് വില 100 ദിർഹംസ് എക്സ്ട്രാ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഇത്തവണ നമ്മൾ എന്താക്കാണ്, ആ ഒരു പരാതി മാറ്റാണ്. ബ്ലാക്കിന് വില കുറയ്ക്കുക. ബ്ലാക്ക് നമ്മൾ വില കുറക്കാം. iPhone 16 Pro Max 5300 ഒക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് 100 ദിർഹംസ് എക്സ്ട്രാ ആണ് ബ്ലാക്കിന്. അപ്പൊ 5300 കൂടുമ്പോൾ 5400 ആയി. ഓക്കെ, അപ്പൊ 5400 ഒന്നും വേണ്ട. ഇത്തവണ എന്താക്കാണ്, ഒരു 3 സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാണ്. 4230. 5000 അല്ല 4000. 4230. 4230. അതെ, 20 രൂപ പിന്നും കുറച്ചു. 4250 ഇട്ടല്ലേ കഴിഞ്ഞ ആഴ്ച? വേറെ കളേഴ്സ്, ആ കളേഴ്സ് എല്ലാം നമുക്ക് എന്താ മാറ്റി വെക്കാം. നമുക്ക് ബ്ലാക്ക് ഇത്തവണ സ്പെഷ്യൽ ആയി. ആ കളർക്ക് ഓഫർ നോർമൽ ആയിട്ടുണ്ട്. അതിന്റെ കൂടെ ഇത് സ്പെഷ്യൽ ആയിട്ട് 4250 കൊടുക്കും. 4030. അതെ, 4230 ദിർഹത്തിന് നിങ്ങൾക്ക്
നമ്മുടെ സ്വന്തം ഐഫോൺ 16 Pro Max ജപ്പാൻ വേർഷൻ അല്ലേ ഇത്? ജപ്പാൻ വേർഷൻ ആണ് ഇടുന്നത്. ജപ്പാൻ വേർഷനുകൾക്ക് വേറെ ലെവൽ ഓഫർ. ഓക്കെ അതെ 16 Pro Max TDR ഞെട്ടിക്കുന്നതാണ്. ഓക്കെ എത്ര? 4450 കഴിഞ്ഞ കൊടുത്തത്. ഓക്കെ ഡൺ. ഇത്തവണ നമ്മൾ സ്പെഷ്യൽ കളർ ഡിസേർട്ട് തന്നെ കൊടുക്കുന്നത് 4450 ആണ്. ഒരു 100 കുറച്ചിട്ട് 4350 4350 കൊടുക്ക്. 4350 ദിരത്തിന് TDR 16 Pro Max ഇട്ടാ. 4350 എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൈസ് ഡ്രോപ്പാണ്. വേറെ ലെവൽ പ്രൈസ് ഡ്രോപ്പ്. 15 Pro Max ഇത്ര പ്രൈസ് ഡ്രോപ്പ് പോയിട്ടില്ലല്ലോ. നല്ല റേറ്റ് ആണ് അല്ലേ? നല്ല റേറ്റ് ആണ്. 4000 ഇത്ര വേറെ പറഞ്ഞാൽ ഈ റേറ്റിംഗ് ഒക്കെ എല്ലായിടത്തും കിട്ടിയെന്നില്ല. ഇത് ഞങ്ങൾക്ക് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയാണ് ഇത്ര സ്റ്റോക്കുകൾ കാണുന്നത്. ഒരുപാട് ദിവസം എന്തായാലും ഈ വില കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വരും എന്ന് ഉറപ്പാണ്. 100% ആണ്. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചതിന് ശേഷം വന്നോളൂ. നല്ല റേറ്റ് ആണ്. അതിൻ്റെ കൂടെ എക്സ്ചേഞ്ച് ഓഫർ. നിങ്ങളുടെ കയ്യിൽ ഏതെന്നെ ഫോൺ ഉണ്ടെങ്കിൽ കണ്ടീഷൻ ഓക്കെ കൊണ്ടുവന്നാൽ ബാക്കി ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അധികം ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ പോകുന്നോളൂ. പിന്നെ പ്രത്യേകം ഒന്ന് പറയാം, ചില കളേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന റേറ്റ് ഒക്കെ ചിലപ്പോൾ ചില കളേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഒരു അധികം ഒന്നും 50-100 വരുള്ളൂ, വലിയ വ്യത്യാസം വരില്ല. അത് പ്രത്യേകം ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്. നമ്മളൊന്നും പറയാതെ ഉള്ള പരിപാടിയില്ല, മുന്നേ പറയുന്ന കാര്യമാണ്. എല്ലാം പറയും. നമ്മൾ ഈ റേറ്റും കാര്യമൊക്കെ പറയുമ്പോൾ ചില കളേഴ്സ് മാത്രം 1-2 കളേഴ്സ് മാത്രം ഒരു 50-100 അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്രാവശ്യം ബ്ലാക്ക് കളറിന് 16 Pro Maxന് കിടില ഓഫറാണ്. ഞെട്ടിക്കുന്ന ഓഫർ 4230 ഓക്കെ ഡൺ. ഹോങ്കോങ് ഉണ്ട്. 4600 ദിരത്തിന് 2 സിമ്മിന് ഹോങ്കോങ് 16 Pro Max 256. ഇനി 512 ജപ്പാനാണെങ്കിൽ 4900 കൊടുക്കും. 4900 ജപ്പാൻ. ഓക്കെ ഇനി TR ആണെങ്കിൽ അത് നമുക്കൊരു 50-50 ചാൻസ് കൊടുത്താലോ? എന്നാ തന്നെ റേറ്റ് 50-50 5050 ദിരത്തിന് 512 TDR. 512 പറയുമ്പോൾ പ്രത്യേകം പറയണോ, 256 GB ആപ്പിൾ സ്റ്റോറിൽ ഇപ്പോൾ റേറ്റ് 5100 ആണ്. അതിനാക്കട്ടെ 50 റംസ് കുറച്ചിട്ട് 256 കൊടുക്കുന്നത്. 512 കൊടുക്കണ്ട. അപ്പൊ 512 ഹോങ്കോങ്ങിനാണെങ്കിൽ 5400 കൊടുക്കുക. 5400 ദിർഹത്തിനാണ് നിങ്ങളുടെ മച്ചാൻ. ഓക്കെ ഇനി നേരെ 1 TB ലേക്ക് പോകണമെങ്കിൽ 5850 5850 ജപ്പാൻ വേർഷൻ. ഓക്കെ ഡൺ. അതിന്റെ TR ആണെങ്കിൽ 5950 5950 TDR 1 TB 16 Pro 1 TB കൊടുക്കുന്നത്. ഓക്കെ അപ്പൊ ഇനി ഹോങ്കോങ് ആണെങ്കിൽ 6200 കൊടുക്കും. 6200 ദിർഹം 16 Pro Max ഹോങ്കോങ് വേർഷൻ കേട്ടോ. 1 TB പ്രൈസ് ആട്ടോ. 1 TB. ഓക്കെ ഡൺ. അടുത്ത ഇനി ഏതാ? ഇനി നമുക്ക് നേരെ S24 ഒക്കെ പറയാം. S24 Ultra, S25 Ultra, S25 Ultra കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. S23 Ultra ഒരു രക്ഷയില്ല. സാധനം അങ്ങോട്ട് പോയെന്നുണ്ടെങ്കിൽ S23 Ultra നമ്മൾ കഴിഞ്ഞ വീക്കിന് ഇട്ടപ്പോൾ ഭയങ്കര ഹാപ്പി, വമ്പിച്ച ഹാപ്പി. ഇത്ര പീസ് ഇത്ര നമ്മളെ ഓഫർ ഒരുപാട് എടുക്കണം. 2024 പോലെ നമുക്ക് ഒരൊറ്റ അടിക്ക് ഇത്രയും സാധനം പോയിട്ടില്ല. S23 Ultra ഇപ്പൊ ഇത്ര മുഹബത്ത് എന്തിനാ ഇതിനോട് അറിയില്ല. ആളുകൾക്ക് അത്രയും മുഹബത്ത് ഇപ്പോഴും S23 Ultrയോട്. കാരണം അത് നല്ല റേറ്റ് ആണ്. എവിടെയും കിട്ടാത്ത റേറ്റിന് TR. അത് നോൺ ആക്റ്റീവ് സാധനമാണ്, അടിപൊളി സാധനമാണ്, ഒരു എക്സല സാധനം. ഇത് നമ്മൾ കൊടുത്ത കഴിഞ്ഞ 2350. അത് 3 ദിവസത്തേക്ക് നമ്മൾ ഓഫർ കൊടുത്തു. സാധനം തീർന്നു പോയി. കാരണം അത്രയും പ്രതീക്ഷിക്കില്ല. സാധനം പോയി 3 ദിവസം കൊണ്ട് തന്നെ തീർന്നു. അപ്പൊ ആ സാധനം വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് അതേ ഓഫർ ഒന്നും ചെയ്യുന്നില്ല. അതേ റേറ്റിന് 2350 ഒരിക്കൽ കൂടി 2350 ദിർഹത്തിന് S23 Ultra വീണ്ടും 1 വീക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഇടാനും അതുപോലെ കമന്റ് ഇടാനും മറക്കരുത്. ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. വാങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ കമന്റ് ഇടണം. ഹോൾസെയിൽ കൊടുക്കാൻ പറ്റിയില്ല, മൊത്തം പോയത് റീറ്റെയിൽ. S23 Ultra അമ്മാരി ഇതാന്ന് പറയണ്ട. S23 Ultra അമ്മാരി ഡിമാൻഡ് 2350 ദിർഹത്തിന് ഒരുപാട് വിറ്റു. ഇനി ഒരുപാട് വിൽക്കാനാണ് ഇമ്മാരി ഓഫർ. TDR വിത്ത് 1 year സാംസങ് വാറന്റി. ഓക്കെ ഇതിന്റെ 256 ഇത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് ആണ് എല്ലാവർക്കും വേണ്ടത്. ഇതും കൊടുക്കാം, ഗ്രീനും കൊടുക്കാം. ബ്ലാക്കും ഗ്രീൻ 2 കളറും കിട്ടും. ഓക്കെ ഡൺ. അടുത്ത് എല്ലാവരും ബ്ലാക്കിനാണ് താല്പര്യം. ബ്ലാക്കിന് ഏകാന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത് 23 കൂടെ വന്നപ്പോ 23 കൂടി 30 ഏകായി. ഓക്കെ ഡൺ. അടുത്ത് ഇനി നമുക്ക് 24ലേക്ക് പോവാം. ഓക്കെ S24 ഇതാ. S24 Ultra അല്ല, S24 എത്ര പ്രൈസ്? S24 ആണെങ്കിൽ 128 ആണ്. 1975 കൊടുക്കാം. 1975 1975 1975 ദിർഹം. അതന്നെ 256 ആണെങ്കിൽ 2300 കൊടുക്കാം. 2300. S24ന്റെ പ്രൈസ് ആണ് നമ്മൾ വേണം. S24ന്റെ പ്രൈസ് ആണ് വേണം. ഓക്കെ അൾട്രാ പറയുന്ന മുന്നേ നമുക്ക് പ്ലസ് കൊടുക്കാം. പ്ലസ് കൊടുക്കാം. പ്ലസ് വില കുറച്ച് 2499 2499 2499 S24 പ്ലസ് 2499 256 വിത്ത് TDR ആണ്. 2850 512 GB S24 പ്ലസ്
ഇനി അതിന്റെ കൂടെ തന്നെ S23 വില കുറഞ്ഞിട്ട് കുറച്ച് വേണമല്ലോ. നോർമൽ S23 അതെ, അത് ചില ആളുകളോ കമന്റ് ഇട്ടാണ്ടിരുന്നു S23ന്റെ വന്നിട്ടുണ്ടോ. S23 അതിന്റെ ഇടയ്ക്കൊന്ന് ഔട്ട് ആയിരുന്നു, വീണ്ടും വന്നതാണ്. കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ. നമുക്കൊരു 1950 കൊടുക്കാം. 1950 256 GB ആണ്. 256 S23 1950 തരും നിങ്ങൾക്ക് മച്ചന്മാരെ. നിങ്ങൾ ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ നമ്മൾ ദുബായിലെ ദീർഘത്തിലാണ് പറയുന്നത്. ഇന്ത്യൻ പൈസയ്ക്ക് മാറണമെങ്കിൽ നിങ്ങൾക്ക് × 23 നോക്കിയാൽ മതി. ഇപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് കാണണമെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തിനനുസരിച്ച് നിങ്ങളുടെ രാജ്യത്തെ പൈസ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കൊടുക്കാൻ പറ്റിയത് മലയാളത്തിലെ പറഞ്ഞു ഞാൻ മറ്റുള്ള രാജ്യക്കാർക്ക് വേണ്ടിയിട്ട്. ക്യാ കർ रहा है मैं आप लोग किधर से वीडियो देखे तो आप लोग क्या करने का, हम लोग दुबई से बात कर रहे हैं, दुबई दिरहम से बात कर रहे हैं. आप लोग का कंट्री का क्या है, रेट क्या है, उसमें से करने का. ओके, हाँ അല്ല പറയാൻ പറ്റില്ല, മറ്റുള്ള ആൾക്കാർ കാണും, പറയാൻ പറ്റില്ല, ഇന്ത്യക്കാർ കാണുന്നവിടെ. കഴിഞ്ഞ ഓഫർ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ പോയ സാധനം S24 FE അതൊരു 3 വീക്സ് മുന്നേ ഇട്ടിരുന്നു. ഇതിൽ സംഭവം ഗാലക്സിയിൽ പ്ലസ് ഉണ്ട്, S24 FE ഉണ്ട്, അൾട്ര ഉണ്ട്, കുറെ സാധനം ഉണ്ട്. ഇത് പഠിക്കാൻ കുറെ ഉണ്ട് കേട്ടോ അതില്. പക്ഷെ ഇത് നല്ല റേറ്റിന് കൊടുത്തപ്പോ നിങ്ങളടക്കം എന്നെ വിളിച്ചു, നിങ്ങളുടെ ഫ്രണ്ടിന് പിന്നെ സാധനം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാധനം അധികം ഒന്നുമില്ല, 6 പീസ് വന്നിട്ടുണ്ട്. 6 പീസ് S24 FE ഏത് കളറിന്റെ? 2 കളർ. ഒന്ന് നമുക്ക് ബ്ലൂ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ തരും. ഒന്ന് ബ്ലൂ ഉണ്ട്, ഗ്രേ ഉണ്ട്. 6 പീസ്. ഗ്രേ വൈറ്റാ? ഇത് ലൈറ്റ് ഗ്രേ അല്ല, ലൈറ്റ് എന്താ പറയൂ ഇപ്പൊ? ലൈറ്റ് ഇതിൽ എഴുതിണ്ടോ കളറ്? അതായത് എവിടെ കിതറേ പീച്ചെ പീച്ചെ കിതറേ ലൈറ്റ് കിതറ കിട്ടുന്നില്ല, ഒന്നും വരുന്നില്ലല്ലോ. ഇതില ഓക്കെ 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 ഓക്കെ. ഐഫീട്ട് അതേത് കളർന്ന് ചോദിച്ചാല് ഈ കാണുന്ന കളറ് അതിനൊരു ലൈറ്റ് ആണ് എന്നറിയാം നമ്മള്. ഗ്രേ സോറി ബ്ലൂ. ഇത് ബ്ലൂ, ഇത് ഗ്രേ ആണ്. പക്ഷെ അതിന് ഗ്രേ എന്ന് പറയൂല, ഗ്രേന്റെ ടൈറ്റാനിയം എല്ലാം അങ്ങനെ വേറൊരു കളർ പറയൂ അതിന്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം അല്ലേ. എന്തായാലും കസ്റ്റമർ അറിയാം, ചങ്ങായി മാറാം. അപ്പൊ എഫ് എത്ര കൊടുക്കാം നമുക്ക്? ഓക്കെ, നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാം. കഴിഞ്ഞ നമ്മള് 1700 നല്ല റേറ്റിന് കൊടുത്തത്. അതിനുശേഷം 2000 ദിർഹംസിന് ഒറ്റയടിക്ക് കയറിയത്. അതുകൊണ്ടാണ് ഓഫർ ഇടാണ്ടുന്നത്. ഇപ്പൊ ഒരു കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഓഫർ കിട്ടാത്താക്ക് വേണ്ടിട്ട് 6 പീസുള്ളൂ. ആദ്യം വരുന്ന ആൾക്കാർക്ക് 1750 ദിർഹംസിന് 256 GB ആണ്. 256 GB കിട്ടാത്ത ആൾക്കാർ നേരെ വന്നിട്ട് പെട്ടെന്ന് ഒന്ന് വാങ്ങിക്കും. ഗാലക്സി S24 FE ഇത് 1 year സാംസങ് വാറണ്ടി അല്ലേ? അതെ. ഓക്കെ, സാംസങ്ങിലും കുറെ സാധനം ഇത് കുറെ പഠിക്കാണല്ലോ. പ്ലസ് ഒക്കെ S24 Ultra 256 GB. S24 Ultra വാങ്ങാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 2799 എല്ലാ സ്ഥലത്തും വില കൂടി ഞങ്ങൾ കൂട്ടിയിട്ടില്ല. 2799 ദിർഹത്തിന് വീണ്ടും നമ്മൾ ഓഫർ തരികയാണ് വെച്ചാൽ 2799 2799 ദിർഹത്തിന് S24 Ultra വിത്ത് 1 year സാംസങ് വാറണ്ടി. ആപ്പിൾ തന്നെ പറയും. ആപ്പിൾ മാത്രമല്ല, സാംസങ് കൂടെ ഉണ്ട് കേട്ടോ. അതെ പറഞ്ഞ സാംസങ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ പ്ലസും FE ഒക്കെ പറഞ്ഞിട്ട് വേറെ ലെവൽ. ഇവര് കളിയല്ലേ കളിയന്നെ. ഇനി നമുക്ക് 512 കൊടുക്കാം. 3599 3599 ദിർഹത്തിന് 512 GB S24 Ultra 4399 4300 ദിർഹം. 4300 ഉള്ളൂ അല്ലേ? 399 4399 ദിർഹത്തിന് വെച്ചമാരെ നിങ്ങൾക്ക് S24 Ultra 1 TB 1 TB. ഇനി ഫോൾഡിലേക്ക് പോവാം. ഫോൾഡ് വരും, ഫോൾഡ് തരാം. ഫോൾഡ് കൊടുക്ക്. രണ്ട് ഫോൾഡ്. ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്. 256 ഉണ്ട്, 512 രണ്ടിലുണ്ട്. അത് നമുക്ക് കൊടുക്കാം, നല്ല റേറ്റ് കൊടുക്കാം. 4475 286. 512 4975 കൊടുക്കാം. ഫോൾഡ് 4475 4575 100 രൂപ വ്യത്യാസമുള്ളൂ. 4475 256 900 അപ്പൊ കുറച്ച് കട്ട് ചെയ്യണ്ട. 975 256. ഓക്കെ, 4975 256. അപ്പൊ 512 4975. അപ്പൊ 256 4425. അത് പറയുന്നത് 4475 256 4975 512. മൊത്തത്തിൽ എല്ലാത്തിന്റെ വില പറഞ്ഞിട്ട് മാറി. പക്ഷെ കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വില കുറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ A35 കൊടുക്കാം, നല്ല റേറ്റിന് കൊടുക്കാം. A35 മൊബൈൽ കൊടുക്കും. A35 5G 899 899. അതിന് A35 ആണെങ്കിൽ A55 ഇത് ഒരുപാട് A55 ആണെങ്കിൽ 1099 TD ആണ് കേട്ടോ. ഇത്രയും നമുക്ക് ആൻഡ്രോയിഡ് ഏത് എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആൻഡ്രോയിഡിന്റെ ഇത് കൺട്രി പറയാത്തത്. കാരണം അത് ഏത് വെർഷനായാലും ഒറ്റ വെർഷനേ ഇവിടെ ഉള്ളൂ, TDR മാത്രം. ഇവിടെ നിങ്ങൾ സാംസങ് അല്ല ഏത് ആൻഡ്രോയിഡ് ഫോൺ എടുത്താലും ഒറ്റ വെർഷൻ ചാത്തനെ കിട്ടൂല, ഓൺലി TDR.
ഓക്കെ, അപ്പൊ അതും കൂടെ കുറച്ച് ഞങ്ങൾ നോക്കി വെച്ചോ. ജപ്പാന് അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന സാധനമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞാ ഏകദേശമായി. ഇനി ടാബിന്റെ ആരോ കമന്റ് ഇട്ടിരുന്നു, ടാബ് എന്തുകൊണ്ട് പറഞ്ഞില്ല, അപ്പൊ വില കുറഞ്ഞിട്ടായിരിക്കല്ലോ വേണം തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാത്രം ഒരു ടാബ് പറയാം. ഐപാഡ് 10 ഐപാഡ് 10 കൊടുത്തേക്ക് നല്ല റേറ്റ് നേരാം. ഐപാഡ് 10 1099 റൺസ് നേടാം. 1099. അതെ, 64 GB ഐപാഡ് 10th ജനറേഷൻ ആണ് കേട്ടോ. 1099 ദിനത്തിന് ഐപാഡ് 10th സിം ഇടാൻ പറ്റില്ലല്ലോ. ഇല്ല, വൈഫൈ ആണ്. വൈഫൈ ആണ്. ഈ നമ്മുടെ വൈഫൈ സിം ഇടാൻ പറ്റുന്നത് ഇതിൽ പോണെങ്കിൽ അത് പോകുമ്പോൾ കുറച്ചും കൂടി വില കൂടും. നല്ല വില കൂടും. നമുക്കൊരു കാര്യം, അടുത്ത് നമുക്ക് അതിന്റെ എല്ലാ വെർഷൻ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതന്നെ നമുക്ക് ഒന്ന് നല്ല ലൈറ്റ് ആയതുകൊണ്ട് ഇത് 2 ഓഫർ ജസ്റ്റ് പറഞ്ഞാൾക്ക് മാത്രം വേണ്ടി ഇടുന്നതാണ്. അതുപോലെ സാംസങ്ങിന്റെ സിം ഇടുന്ന നിങ്ങൾ ഇതിൽ സിം ഇടാം. ഇത് 5G ആണ്. 5G നമുക്ക് ഒരു കാര്യം 64 GB ഒരു 599 റംസിന് കൊടുക്കും. 599 ദിനത്തിന് സാംസങ് സിം ഇടാൻ പറ്റുന്ന A9+. 64 GB 64 GB 599. 599 ദിനത്തിന് സിം ഇടാൻ പറ്റിയ എത്ര GB ആയിരുന്നു? എത്ര? 64 GB A9+ 5G മൊബൈൽ സിം ഇടാൻ പറ്റും. 64 GB ആണ്. അപ്പൊ അതിന് 128 പോവാണെങ്കിലോ? 128 പോവാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസം വരുന്നുണ്ട്. അത് കാര്യം നമുക്ക് ഫുള്ള് വീഡിയോ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. നാളെ കുറച്ച് സാധനം വരുന്നുണ്ട് അതിന് ശേഷം. അതുകൊണ്ടാണ് പിന്നെ അടുത്തെന്ന് പറയാൻ കാരണം. ഇപ്പോൾ കുറച്ച് സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള നാളെ ഒരുപാട് ടാബിന്റെ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്തായാലും പറയാം. ടാബിന്റെ എന്തായാലും നമ്മളൊരു പ്രത്യേക വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ S25 അൾട്രയുടെ നമുക്ക് പറയാനുള്ളത് 2025 ടാബിന്റെ സ്റ്റോക്ക് സത്യം പറഞ്ഞാൽ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ വർഷം എടുത്ത കുറച്ച് സ്റ്റോക്കുകളാണ്. അതാണ് ഇങ്ങനെ നമ്മൾ മാക്സ് നല്ല റേറ്റ് കൊടുത്തിട്ട് ക്ലിയർ ചെയ്യാണ്. അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് A to Z 1-to-1 ആയിട്ട് എല്ലാത്തിനും റേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി S25 അൾട്ര വെയിറ്റ് ചെയ്യുന്നവർക്ക് 22-ാം തീയതി ഇറങ്ങും. ഇറങ്ങി കഴിഞ്ഞാൽ 10 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചന്ദ്രനും സൂര്യനൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ എന്തായാലും താങ്ക് യു. ഇനി അധികം നീക്കണം നമുക്ക് അല്ലേ? ഓക്കെ.